ആം ആദ്മി പാർട്ടിയുടെ സമര സഖാക്കൾ, ഇന്ന് ലോക ആരോഗ്യ ദിനമാണ്. ഈ ആരോഗ്യ ദിനത്തിൽ ലോകത്തെ തന്നെ വരാൻ പോകുന്ന ഒരു നേതാവിന്റെ, ഇന്ത്യയുടെ ശബ്ദം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിന് വേണ്ടി ഉപവസിക്കാൻ, അതും കഴിഞ്ഞ 27 ദിവസങ്ങളായി ലോകമെമ്പാടുമുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ റംദാൻ നോയമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഒരു ഉപവാസം അനുഷ്ഠിക്കാൻ രാജ്യമെമ്പാടും മാത്രമല്ല, ലോകത്തിന്റെ മറ്റ് ഇതര രാജ്യങ്ങളിൽ കൂടി ഉപവാസം അനുഷ്ഠിക്കാൻ അവസരമുണ്ടാക്കി തന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബിജെപിയുടെ വിരിഞ്ഞ ചങ്കനുമായ നരേന്ദ്രമോദിക്ക് ആദ്യമായി അഭിവാദ്യം അർപ്പിക്കുക. ഈ ദിനം, ഈ ഏപ്രിൽ 7 എന്ന ഈ ദിനം ലോക ആരോഗ്യ ദിനമാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദേശീയ ഉപവാസ ദിനമായി മാറിയിരിക്കുകയാണ്. ഇതിന് സാഹചര്യം ഉണ്ടാക്കി തന്ന ബിജെപിക്കാരെ നമുക്ക് മറക്കാൻ പറ്റുമോ? അതായത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ ബുദ്ധിയുള്ള വരാല് വരമ്പിനടിയിലേ പോയി മുട്ടയിടുകയുള്ളൂ. അങ്ങനെ ഒരു മുട്ടയിടിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇന്ത്യയിലെ തന്നെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയെ കൊണ്ട് തനിക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന, ഇന്ത്യ എന്റെയും കൂടിയാണ് എന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ കെജ്രിവാളിനെ അകത്താക്കിയ നരേന്ദ്രമോദിയുടെ ദുഷ്ടബുദ്ധി. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ അഡ്വക്കേറ്റ് സുരേഷ് നിയമ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ വളരെ കൃത്യമായി നിയമങ്ങൾ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു. എന്നാൽ അവസാനമായി ഒരാശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് സുരേഷ് പ്രസംഗം നടത്തിയത്. എന്താണ്? പാർലമെന്റിന്റെ അവസാന ദിവസത്തെ സമ്മേളനത്തിൽ നാളെ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യയെ മാറ്റിയെടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഗവൺമെന്റ്, നിലവിലുള്ള ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എന്ന കാര്യം ആണ് ശ്രീ സുരേഷ് പറഞ്ഞത്. സുരേഷേ, ആ ആശങ്കയ്ക്കൊന്നും ഒരു കാര്യവുമില്ല. ജൂൺ 4-ാം തീയതി ഇന്ത്യയിലെ ബാലറ്റ് വെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണി കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. നരേന്ദ്രമോദി യുഗം, BJP യുഗം 2024 ജൂൺ മാസം 3-ാം തീയതി കൊണ്ട് അവസാനിക്കും. അക്കാര്യത്തിൽ സംശയവും വേണം. നമ്മൾ ഒരാളെ വിരൽ ചൂണ്ടി നീ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ ബാക്കി 4 വിരലുകളും നമ്മുടെ ചങ്കിന് നേരെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും നമ്മളത് മനസ്സിലാക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ? ആരോ ഒരു മാപ്പുസാക്ഷി പറഞ്ഞതിന്റെ പേരിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നരേന്ദ്രമോദിക്ക് ഞാൻ 100 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്യുമോ? ഇതല്ലേ കെജ്രിവാൾ ചോദിച്ചത്. എന്താ അറസ്റ്റ് ചെയ്യാൻ? എന്തുകൊണ്ട് BJPയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തില്ല? അപ്പൊ മാപ്പുസാക്ഷികളെ ആക്കിക്കൊണ്ട്, മാപ്പുസാക്ഷി ആയതിനു ശേഷം, ആയതിനു മുമ്പും 5 കോടി രൂപ ശങ്കർ റെഡ്ഡി എന്ന് പറയുന്ന മനുഷ്യൻ BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ അദ്ദേഹത്തിന്റെ
ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മുഖേന സംഭാവന കൊടുത്തു. അത് കഴിഞ്ഞ് 50 കോടി രൂപ വീണ്ടും കൊടുത്തു. അപ്പൊ ഇങ്ങനെ കോടികൾ കൊടുത്ത് മാപ്പുസാക്ഷിയാക്കി ആ മാപ്പുസാക്ഷി പറയുന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇന്ന് വെളുപ്പാങ്കാലത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാൻ മേല. ഒരുപക്ഷെ മിക്കവാറും ആൾക്കാർ അറിഞ്ഞു കാണും. ഇവിടെ സംസാരിച്ചവരാരും ഇതിനെ കുറിച്ച് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെന്നൈയിലെ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് ട്രെയിനിനകത്തു നിന്നും 4 കോടി രൂപ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 4 കോടി രൂപ ഇന്ന് വാർത്താമാധ്യമം വരെ പ്രിന്റ് മീഡിയയിലൊന്നും വന്നില്ല. രാവിലെ വാർത്ത കണ്ടപ്പോൾ TV ചാനലിൽ ഉണ്ടായിരുന്നു. 500ന്റെ ബണ്ടിലുകളാണ്. 4 പേരെ അറസ്റ്റ് ചെയ്തു കേട്ടോ. മിടുമിടുക്കന്മാരായ 4 പേരെ അറസ്റ്റ് ചെയ്തു ഫ്ലൈയിങ് സ്ക്വാഡ്. അറസ്റ്റ് ചെയ്തവർ ആരാന്നറിയോ? BJP-ക്കാരെ. 4 BJP-ക്കാരെ അറസ്റ്റ് ചെയ്തേ. അപ്പൊ ഈ കള്ളപ്പണം ആരുടെ ഇരിക്കുന്നത്? ഇപ്പൊ കള്ളപ്പണം മുഴുവൻ ഇരിക്കുന്നത് BJP-ക്കാരുടെ കയ്യിൽ തന്നെയാണ്. എന്നിട്ട് അവര് വിളിച്ചു പറയണത് ആ പോകുന്ന കള്ളനാണ്. ഇതൊക്കെ ഈ ഇന്ത്യ രാജ്യത്ത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളുടെ അടുത്തൊക്കെ നടക്കൂ? ഇവർ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം മനുഷ്യധ്വംസനങ്ങൾ എന്തെല്ലാം നടത്തിയിവിടെ. മണിപ്പൂരിൽ നടന്ന വേട്ട എന്താണ്? മനുഷ്യ വേട്ട എന്താണ്? ഇതിനൊക്കെ ഇവർ ഉത്തരം പറയണ്ടേ? ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ മുമ്പേ സുരേഷൂടെ പറഞ്ഞു 90 ലക്ഷം. സുരേഷ് പറഞ്ഞു 95 ലക്ഷമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് മുടക്കാവുന്ന കണക്ക്. ഇവിടെ തൃശ്ശൂർ പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ ആദ്യം തയ്യാറെടുത്ത TN പ്രതാപൻ സ്ഥാനാർത്ഥിത്വം മാറിക്കഴിഞ്ഞപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്: 3 കോടി രൂപയുടെ ഞാൻ ഫ്ലക്സ് അടിച്ചു വെച്ചത്. അപ്പൊ ഈ 95 ലക്ഷത്തിന്റെ കണക്ക് ഇവിടെ പോയി. ഇനി മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഇപ്പൊ തന്നെ 3 മാസത്തോളമായി. ഇനി 18 ദിവസം കഴിയുമ്പോൾ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. ഈ 3 മാസക്കാലം കൊണ്ട് എത്ര കോടി രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്? അപ്പൊ കള്ളപ്പണം എന്ന് പറയുന്നത് രാജ്യമെമ്പാടും ഇപ്പോഴും നടക്കുന്നുണ്ട്. കാര്യം നോട്ട് നിരോധനം കൊണ്ടൊന്നും കള്ളപ്പണം നിരോധിക്കാൻ മോഡി ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവർക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ 500ന്റെ നോട്ട് നിരോധിക്കണം. ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇവിടെ വലിയ കറൻസി? 500ന്റെ 1000ന്റെ 2000ന്റെ കറൻസി എന്തിനാണ്? സുതാര്യമായ ഒരു ഭരണ സംവിധാനവും സുതാര്യമായ ബാങ്കിങ് സംവിധാനവുമാണ് ഒരു ഗവൺമെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്തിനാണ് 100 രൂപയുടെ മുകളിലുള്ള കറൻസി? എന്തിനാ? നമുക്ക് എന്താവശ്യങ്ങൾക്കാ കറൻസി വേണ്ടത്? മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം മേടിക്കാൻ, പാല് വാങ്ങിക്കാൻ, പച്ചക്കറി വാങ്ങിക്കാൻ, പള്ളിയിലോ ക്ഷേത്രങ്ങളിലോ അല്ല മറ്റു ആരാധനകളോ പോകുമ്പോ അവിടെ നേർച്ചയിടാൻ, അല്ലാതെയുള്ള എന്ത് കാര്യത്തിനാണ് ഈ വലിയ കറൻസിയുടെ ആവശ്യം? എന്താണ്? ഞാൻ അഭിപ്രായപ്പെടുന്നത്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കറൻസി 100ന്റെ മാത്രമാക്കി 100 ആയിരിക്കണം ഏറ്റവും വലിയ കറൻസി. അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് മുഴുവൻ ബാങ്ക് വഴിയാകട്ടെ, സുതാര്യമാകട്ടെ. ഗവൺമെന്റിലേക്ക് വന്നു ചേരേണ്ട പണം മുഴുവൻ വന്നു ചേരും. മുമ്പ് ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപത്തെ കുറിച്ച് സുരേഷ് സംസാരിച്ചു. ഇത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ തന്നെയാണ് മനുഷ്യനെ കൊണ്ട് ആവശ്യമില്ലാത്ത വേലകൾ ചെയ്യിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു GST നിയമം വന്നിട്ടുണ്ട്. 2017 ജൂലൈ മാസം 1-ാം തീയതി നടപ്പിലാക്കിയതാണ് GST നിയമം. ആ GST നിയമത്തിനകത്തുള്ള ഒരുപാട് പോരായ്മകളും പാകപ്പിഴകളും ഉണ്ട്. ഇതൊന്നും പരിഹരിക്കാനായിട്ട് ഈ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നാട്ടിൽ നികുതി വേണം. നികുതി വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിലെ പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ നികുതി എന്ന് പറയുന്ന സാധനം എടുത്തു കളഞ്ഞിട്ട് ഓരോ വ്യക്തികളും ഓരോ ദിവസവും 10 രൂപ വീതം ട്രഷറി കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞാൽ ഒരു മനുഷ്യൻ കൊണ്ട് അടയ്ക്കത്തില്ല. അപ്പൊ വിൽപ്പന നികുതിയും ആദായ നികുതിയും ഉള്ള ആ നികുതി നിയമങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. ഈ നികുതിയിലൂടെ ലഭിക്കുന്ന പണമാണ്
എല്ലാ സംസ്ഥാനങ്ങൾക്കും വീതം വെച്ച് കൊടുക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനം വീതം വെച്ച് കൊടുക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് വരുമാനം വീതം വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ തന്നെ കെജ്രിവാൾ ഇന്ന് തീഹാർ ജയിലിലായതിന്റെ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന മോഹൻദാസ് ആം ആദ്മിയുടെ ആദ്യകാല പ്രവർത്തകനാണ്. എന്തായാലും എനിക്ക് മോഹൻദാസിനും എറണാകുളത്ത് വെച്ച് കെജ്രിവാളിനെ കാണാനുള്ളൊരു ഭാഗ്യം വർഷങ്ങൾക്ക് മുമ്പ്, അദ്ദേഹം മുഖ്യമന്ത്രി ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് മുമ്പ് IRS ഉദ്യോഗസ്ഥനായി ഡൽഹിയിലെ ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എറണാകുളത്ത് വെച്ച് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതെന്താന്ന് വെച്ചാൽ കേരളത്തിലെ വിവരാവകാശ പ്രവർത്തകരൊക്കെ കൂടി കെജ്രിവാളിന് ഒരു സ്വീകരണം നൽകി എറണാകുളം ചാവറ കൾച്ചറൽ സെന്റർ. അന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഇത് ഇന്ത്യയുടെ വരാൻ പോകുന്ന ഒരു ശബ്ദമാണ്. ഈ കൊച്ചു മനുഷ്യൻ എന്തൊക്കെ വിപ്ലവം ഇവിടെ സൃഷ്ടിക്കുമെന്നുള്ളത് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. അന്ന് ഞങ്ങൾ ചിന്തിച്ചത് തെറ്റായിരുന്നില്ല, അതൊരിക്കലും തെറ്റത്തുമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ള മറ്റൊന്നുമല്ല, നമ്മൾ ഇന്നിവിടെ ഈ ഇരിക്കുന്ന ഈ സ്ഥലം, ഇതിന്റെ മുമ്പിൽ ഒരു കെട്ടിടമുണ്ട്, നിങ്ങൾ കണ്ടല്ലോ, കോട്ടയം നഗരസഭയുടെ ആസ്ഥാനമാണ്. നേരെ നോക്കിയാൽ ജനസേവന കേന്ദ്രം എന്നൊരു ബോർഡ് കാണാം. അത് ജനസേവന കേന്ദ്രമല്ല, ജനദ്രോഹ കേന്ദ്രമാണ്. ഈ ജനദ്രോഹ കേന്ദ്രത്തിൽ ചൂല് വിപ്ലവം നമ്മൾ സൃഷ്ടിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകണം. ഇത് കോട്ടയം നഗരസഭയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലേക്കും പോകണം. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ പിൻബലത്തോടുകൂടി പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും നമുക്ക് മാർച്ച് ചെയ്യണം. നമുക്ക് നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ആരംഭിക്കാം. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നമുക്ക് ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നേരെ കയറി പാർലമെന്റിലേക്കൊന്നും മത്സരിക്കാനുള്ള നമ്മൾ നിൽക്കണ്ട. അതൊക്കെ നമ്മൾ മത്സരിച്ചു. 2014 നമ്മൾ മത്സരിച്ചു. 2014 കേരളത്തിൽ 10-12 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. അതിൽ അഭിമാനകരമായ നേട്ടം കൊയ്ത മണ്ഡലമാണ് കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലം. അതിന്റെ കണക്ക് കേട്ടാ ഞെട്ടിപ്പോ. 3.5 ലക്ഷം രൂപയാണ് ആകെ ചെലവ് വന്നത്. ഉബൈദത്ത്, ഞാന്, അന്നത്തെ ആം ആദ്മിയിൽ വന്നു ചേർന്ന ആളുകൾ കുറെ പേരൊക്കെ ഇപ്പോഴും ഇതിനകത്തിരിപ്പുണ്ട്. എല്ലാരും കൂടി സുജാത, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് സുജാതയായിരുന്നു നമ്മുടെ മീറ്റിങ്ങുകളുടെയും അതുപോലെ തന്നെ പ്രചരണ വാഹനത്തിലെ മൈക്ക് കിട്ടുന്നതിന്റെ സാങ്ഷനും ഒക്കെ വാങ്ങിക്കാൻ പൊയ്ക്കൊണ്ടിരുന്ന സുജാതയാണ്. ആ കാര്യത്തിലൊക്കെ സുജാത വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, കോട്ടയം താലൂക്കിൽ മാത്രം അറിയപ്പെട്ടിരുന്ന അഡ്വക്കേറ്റ് അനിൽ ഐക്കര എന്നൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് എറണാകുളത്തും തൃശ്ശൂരുമൊക്കെ സെലിബ്രിറ്റികൾ മത്സരിക്കുമ്പോൾ കോട്ടയം ബാറിലെ ഒരു അഭിഭാഷകൻ, കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം അഭിഭാഷകനായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷം പൂർത്തിയായത്. അപ്പൊ ആലോചിച്ച് നോക്കണം, അദ്ദേഹം അഭിഭാഷകനായി 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചത്. അന്ന് നമ്മൾ 26,368 വോട്ടിലൂടെ പിടിച്ചു. നമുക്ക് ചെലവ് വന്നത് 3.5 ലക്ഷം രൂപ മാത്രമാണ്. അന്ന് ചെലവഴിക്കാൻ പറ്റുന്നത് 70 ലക്ഷം രൂപയായിരുന്നു. 40 ലക്ഷവും 50 ലക്ഷവും മുടക്കിയ ആളുകളുണ്ട്. അവർക്കൊക്കെ കിട്ടിയ വോട്ടും അവരുടെയൊക്കെ വ്യക്തിപ്രഭാവവും വെച്ച് നോക്കുമ്പോൾ കോട്ടയമാണ് മുൻപന്തിയിൽ വന്നത്. അങ്ങനെ ആം ആദ്മിക്ക് വേറുള്ള ഒരു പാർലമെന്റ് നിയോജക മണ്ഡലമാണ് കോട്ടയം എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ജനാധിപത്യം സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം ആം ആദ്മി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് അഴിമതിക്കെതിരായിട്ടുള്ള അവസാനത്തെ വണ്ടിയാണ്. ഈ വണ്ടിയിൽ കയറാൻ പറ്റിയ നമ്മളൊക്കെ ഭാഗ്യവാന്മാരെന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യുന്ന ത്യാഗം അടുത്ത തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നൊരു ബോധ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉപവാസത്തിൽ പങ്കെടുത്ത
എല്ലാ സഹപ്രവർത്തകർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.